ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും മിഥുസ് വേൾഡിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തേതൊരു സ്പെഷ്യൽ വീഡിയോ ആണ് കേട്ടോ. ജമ്മുവിലെ പ്രസിദ്ധമായ വൈഷ്ണോദേവി ക്ഷേത്രത്തിലേക്കാണ് കേട്ടോ ഞങ്ങൾ പോകുന്നത്. ഞാൻ ജമ്മുവിലെത്തിയ സമയത്ത് തന്നെ ഫസ്റ്റ് ഡേ തന്നെ എൻ്റെ ചേട്ടൻ എന്നോട് പറഞ്ഞത് ഇവിടുത്തെ വൈഷ്ണോദേവിയിൽ എന്തായാലും നമുക്ക് പോകണം കേട്ടോ. പക്ഷെ പല കാരണങ്ങൾ കൊണ്ടും അതങ്ങനെ നീണ്ടു പോയി. ഞാൻ വിചാരിച്ചു ഇനി എന്തായാലും അവിടെ പോകുന്നത് നടക്കില്ല എന്നൊക്കെ മനസ്സിൽ വിചാരിച്ചതാണ്. എല്ലാവരും പറഞ്ഞു അവിടെ ജമ്മുവിൽ വന്ന സ്ഥിതിക്ക് അവിടെ എന്തായാലും നിങ്ങൾ പോകണം, അവിടെ പോവാതെ തിരിച്ചു പോയി കഴിഞ്ഞാൽ അതൊരു വലിയ നഷ്ടം തന്നെ ആയിരിക്കും. നമ്മളെന്തായാലും ഇനി ആ വൈഷ്ണോദേവി ക്ഷേത്രത്തിലേക്ക് മാത്രമായിട്ടൊന്നും വരാൻ പോകുന്നില്ല. അപ്പോൾ വന്ന് നിൽക്കുന്ന ടൈമിൽ നമുക്ക് എന്തായാലും അവിടെ ഒന്ന് പോകണം എന്ന് വിചാരിച്ചു കേട്ടോ. പക്ഷേ ഞാൻ ആദ്യമേ പറഞ്ഞതുപോലെ തന്നെ പല കാരണങ്ങൾ കൊണ്ടും ചെന്ന ഡ്യൂട്ടിയുടെ പ്രശ്നം അങ്ങനെയൊക്കെ ആയതുകൊണ്ടും കുറച്ച് ഡിലേ വന്നു. പിന്നെ ഞാൻ തന്നെ പറഞ്ഞു എന്തായാലും എനിക്ക് പോകണം. അങ്ങനെ കുറച്ച് ദിവസത്തെ ലീവൊക്കെ എടുത്ത് ഞങ്ങൾ പോകാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഇന്ന് അങ്ങോട്ടേക്കുള്ള യാത്രയുടെ വീഡിയോ ആണ് കേട്ടോ. അപ്പോൾ ഞങ്ങൾ നിൽക്കുന്ന ജമ്മുവിൽ നിന്നും ഏകദേശം ഒരു 1.5 മണിക്കൂറത്തെ യാത്ര ഉണ്ടായിരുന്നു കേട്ടോ. ഞങ്ങൾ കാറിലാണ് പോയത്. 1.5 മണിക്കൂർ യാത്ര ചെയ്ത് കത്ര എന്ന സ്ഥലത്തെത്തിയതിന് ശേഷം അവിടെ നിന്ന് നടന്നാണ് കേട്ടോ മലമുകളിലേക്ക് കയറാനുള്ളത്. ഏകദേശം കത്രയിൽ നിന്ന് 13 കിലോമീറ്ററോളം നടന്ന് വേണം മലമുകളിലെത്താൻ. അതാണ് ഈ യാത്രയുടെ ഏറ്റവും വലിയൊരു എക്സൈറ്റിംഗ് ആയിട്ടുള്ളൊരു കാര്യം. അപ്പോൾ ഇത്രയും ദൂരമൊന്നും ഞാൻ ഇതുവരെ നടന്നിട്ടില്ല. അതും എനിക്ക് വളരെയധികം ഒരു എന്താ പറയുക, ഒരു എന്നെക്കൊണ്ട് പറ്റുമോ ഇല്ലയോ എന്നുള്ളൊരു ചലഞ്ചിങ് ആയിട്ടുള്ളൊരു കാര്യം കൂടി തന്നെയായിരുന്നു. അതും മലമുകളിലേക്കാണ് കയറാനുള്ളത്. ഇത്രയും ദൂരമൊന്നും ഞാൻ ഇതുവരെ നടന്നിട്ടില്ലാത്തത് കൊണ്ട് എനിക്കത് കംപ്ലീറ്റ് ആക്കാൻ പറ്റുമോ എന്നുള്ളൊരു ഡൗട്ടും ഉണ്ടായിരുന്നു കേട്ടോ. പക്ഷേ എന്തായാലും ഇവിടെ വന്ന സ്ഥിതിക്ക് അവിടെ പോകണം എന്ന് ഞാൻ മനസ്സിൽ ഉറപ്പിച്ചത് കൊണ്ട് തന്നെ ഞാൻ പറഞ്ഞു എന്തായാലും ഞാൻ കയറും, ഞങ്ങൾക്ക് പോകാം. അങ്ങനെ എൻ്റെ ഒരാളുടെ ധൈര്യത്തിൻ്റെ പുറത്ത് അങ്ങനെ ലീവൊക്കെ എടുത്ത് ഞങ്ങൾ അങ്ങനെ പോവാണ് കേട്ടോ. പോകുന്ന വഴിയിൽ നിരവധി കാഴ്ചകളുണ്ട്. നല്ല അടിപൊളി വ്യൂസൊക്കെയാണ് കേട്ടോ. അപ്പോൾ എന്താ പറയുക, ജമ്മുവിൻ്റെ ശരിക്കുള്ള ഭംഗി ഞങ്ങൾ കാണുന്നത് ഈ ഒരു യാത്രയിലാണ്. അത് മറ്റൊന്നും കൊണ്ടല്ല, ഞങ്ങൾ നിൽക്കുന്ന ജമ്മു കുറച്ചധികം സിറ്റി ആയിട്ടുള്ള ഒരു ഏരിയയാണ്. കുറച്ചധികം ഉള്ള സിറ്റി ഏരിയയിലാണ് ഞങ്ങൾ നിൽക്കുന്നത്. അപ്പോൾ അവിടെ ഫുള്ള് ബിൽഡിങ്ങും എപ്പോഴും വണ്ടിയുടെ ബഹളം. അങ്ങനെ ഞാൻ നാട്ടിൽ നിന്ന് ജമ്മുവിലേക്ക് വരുന്നൊരു ടൈമിൽ എൻ്റെ മനസ്സിൽ ജമ്മു എന്ന് പറഞ്ഞാൽ പച്ചപ്പൊക്കെ നിറഞ്ഞ എപ്പോഴും നല്ല തണുത്ത ക്ലൈമറ്റുള്ളൊരു ജമ്മു ആയിരുന്നു എൻ്റെ മനസ്സിൽ ജമ്മു എന്ന് പറയുന്നത്. പക്ഷേ ഇവിടെ വന്നപ്പോൾ ഞാൻ കണ്ടതും എൻ്റെ മനസ്സിലുള്ളതും തന്നെ ഡിഫറെൻ്റ് ആയിട്ടുള്ള ജമ്മു ആയിരുന്നു കേട്ടോ. കാരണം നാട്ടിൽ നല്ല ചൂടുള്ള ടൈമിലാണ് ഞാൻ ജമ്മുവിലേക്ക് വരുന്നത്. അപ്പോൾ എൻ്റെ മനസ്സിൽ അത്രയും ചൂടായിരുന്നു നാട്ടിൽ. ജമ്മുവിൽ വരുമ്പോൾ കുറച്ച് നല്ല കൂളിങ്ങൊക്കെ ആയിട്ടിരിക്കാം എന്ന് വിചാരിച്ചിട്ടാണ് ജമ്മുവിലേക്ക് വന്നത്. എന്നോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇവിടെ ചൂടാണ് എന്നൊക്കെ പറഞ്ഞെങ്കിലും നമ്മുടെ മനസ്സിൽ ജമ്മു എന്ന് വെച്ചാൽ ഭയങ്കര തണുപ്പുള്ള ഒരു ഏരിയ അങ്ങനെയൊക്കെയാണല്ലോ. ഇവിടെ വന്നപ്പോൾ മനസ്സിൽ വിചാരിച്ചതിൻ്റെ നേരെ ഓപ്പോസിറ്റായിരുന്നു ജമ്മുവിലെ കാലാവസ്ഥ. ചൂടിൻ്റെ അങ്ങേയറ്റം. നാട്ടിൽ നിന്ന് നല്ല വെന്തുരുകി വന്നിട്ടും ഇവിടെ വന്നിട്ടും ഒരു പ്രഷർ കുക്കറിൽ വെച്ചൊരു അവസ്ഥ തന്നെയായിരുന്നു. അത് കഴിഞ്ഞിട്ട് പുറത്തേക്ക് ഇറങ്ങാനും ഒന്നും പറ്റാത്തൊരവസ്ഥയിലായിരുന്നു ഞങ്ങളിരുന്നത്. പിന്നെ എന്താ പറയുക, ഇതുപോലുള്ള യാത്രകളൊക്കെ വളരെയധികം എൻജോയ് ചെയ്ത് ചെയ്യുന്നത് കൊണ്ട് ആ ഒരു ചൂടിൻ്റെ ക്ഷീണമൊന്നും അറിയുന്നില്ല. ഈ ഒരു ദിവസവും നല്ല ചൂടുള്ള ദിവസം തന്നെയാണ് കേട്ടോ നമ്മൾ യാത്ര പുറപ്പെട്ടത്. അപ്പോൾ കാലിലായതുകൊണ്ട് വലിയ ബുദ്ധിമുട്ടൊന്നും ഉണ്ടായിരുന്നില്ല. ഒരു 1.5 മണിക്കൂറത്തെ യാത്ര ഉണ്ടായിരുന്നു ഞങ്ങൾ നിൽക്കുന്ന ജമ്മു എന്ന് പറയുന്ന സ്ഥലത്ത് നിന്നും. ജമ്മുവിലെ സത്വാരിയിലായിരുന്നു കേട്ടോ ഞങ്ങൾ നിന്നത്. അപ്പോൾ സത്വാരിയിൽ നിന്ന് കട്സയിലേക്ക് ഏകദേശം ഒരു 1.5 മണിക്കൂറത്തെ യാത്രയാണ് ഉണ്ടായിരുന്നത് ബൈ റോഡ്. അത് കഴിഞ്ഞിട്ട് കത്രയിൽ നിന്ന് ഏകദേശം പിന്നെ ഒരു 13 കിലോമീറ്ററോളം നടന്ന് കയറാനുണ്ട് കേട്ടോ. അപ്പോൾ ഈ പോകുന്ന വഴിയിലേക്ക് ഒരുപാട് മലനിരകളും എന്താ പറയുക, ഇതുപോലുള്ള കാഴ്ചകൾ ഞാൻ ഇതുവരെ കണ്ടിട്ടില്ലാത്തതുകൊണ്ട് എനിക്ക് ഭയങ്കര ഒരു എക്സൈറ്റ്മെൻ്റ് ആയിരുന്നു. പോകുന്ന വഴിയിൽ നിരവധി മലനിരകളും പിന്നെ അതുപോലെ തന്നെ ഇടയ്ക്കിടയ്ക്ക് മഞ്ഞുമലകളൊക്കെ കാണാൻ പറ്റി കേട്ടോ. ഇവിടെ വന്നിട്ട് ഞാൻ ആദ്യമായിട്ടാണ് മഞ്ഞുമല കാണുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ അതെനിക്ക് ഭയങ്കരമായിട്ടൊരു സന്തോഷം തോന്നിയിരുന്നു. മഞ്ഞുമല കാണുമ്പോൾ ഭയങ്കര എന്തോ നമുക്ക് മനസ്സിൽ നിന്ന് അറിയാതൊരു സന്തോഷം വരും. ഈ വീഡിയോയിൽ പക്ഷേ അത് അത്രത്തോളം കിട്ടിയിട്ടില്ല. ഞാൻ ആ സമയത്ത് നന്നായിട്ടത് കാണാൻ വേണ്ടിയിട്ടുള്ളൊരു എക്സൈറ്റ്മെൻറ്റ് വീഡിയോ കറക്റ്റായിട്ട് കിട്ടിയില്ല. പക്ഷേ ഈ ഒരു സ്ഥലത്തൊക്കെ ഈ കാണുന്ന ആ മലനിരകൾക്ക് ബേക്കിലായിട്ടൊക്കെ ശരിക്കും മഞ്ഞുമല നമുക്ക് കാണാൻ പറ്റുമായിരുന്നു കേട്ടോ.
അപ്പോൾ അതൊക്കെ എനിക്ക് ഭയങ്കര ഈ ഒരു ഭാഗത്തായിട്ട് കാണുന്നതിൻ്റെ പുറകിലിട്ട് നന്നായിട്ട് മഞ്ഞുമല നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. അതുകൊണ്ടാണ് ഈ വീഡിയോ ഈ ഒരു പോർഷൻ നന്നായിട്ട് എടുത്തിരുന്നത്. പക്ഷേ വീഡിയോയിൽ അത് വന്നിട്ടില്ല കേട്ടോ. പിന്നെ ഇതുപോലുള്ള ഒരുപാട് എന്താ പറയുക, ഈ മലകൾക്കിടയിലൂടെയുള്ള യാത്രയുണ്ടല്ലോ, ഫുൾ ഇങ്ങനത്തെ റോഡുകൾ തന്നെയാണ് കേട്ടോ ഇവിടെ. മലകൾക്കകത്തൂടെയുള്ള തുരങ്കത്തിലൂടെ തന്നെയാണ് യാത്ര ഫുള്ളിങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതും ഒരു അടിപൊളി ഒന്ന് കഴിഞ്ഞിട്ട് വീണ്ടും അടുത്തിലേക്ക് കണക്ട് ചെയ്ത് ഇങ്ങനെ റോഡ് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുക. അപ്പം നമ്മുടെ നാട്ടിലൊന്നും ഇങ്ങനത്തെ ഒരുപാടൊന്നും ഇല്ലല്ലോ. അപ്പോൾ അത് ഇതുപോലുള്ള യാത്രകളൊക്കെ വളരെയധികം എൻജോയ് ചെയ്യുന്നു എന്നാണല്ലേ, വളരെയധികം നമുക്ക് ഇഷ്ടപ്പെടുന്നു. അതിലൊക്കെ ഒരുപാട് ഇതുപോലുള്ള കാഴ്ചകളൊക്കെ കാണാൻ ഇഷ്ടമാവുന്നവർക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടും. അതുപോലെ തന്നെ നമ്മൾ പോകുന്ന ഒരു വൈഷ്ണോദേവി ടെമ്പിൾ, അത് ഒരു മലയുടെ മുകളിലാണ് കേട്ടോ. മലയുടെ മുകളിലെന്ന് പറയുമ്പം ഏറ്റവും ടോപ്പിലാണ് ദേവി ഇരിക്കുന്നത്, ഗുഹയ്ക്കകത്താണ്. അപ്പോൾ അവിടെയും പോകുന്ന വഴിയിലൊക്കെ നിരവധി കുരങ്ങന്മാരൊക്കെ ഉണ്ട് കേട്ടോ. ഇത് ഫുള്ള് ഫോറസ്റ്റ് ഏരിയ ആയതുകൊണ്ട് തന്നെ വന്യജീവികളൊക്കെ ഉണ്ട്. പോകുന്ന വഴിയിൽ കൂടുതൽ നമ്മൾ കുരങ്ങന്മാരെ കാണുന്നത് കേട്ടോ. ഇപ്പം നമ്മൾ ഈ പോകുന്നത് വലിയൊരു ഹൈറ്റിൽ ചെയ്തേക്കുന്ന ഒരു പാലമാണ് കേട്ടോ. അതിൻ്റെ മുകളിൽ കൂടിയാണ് പോയിട്ട് പിന്നെ ഈ ഇങ്ങനെ മലനിരകൾക്കിടയിലൂടെ തുരങ്കത്തിനകത്തൂടെ പോകുന്നത്. എങ്ങനെയൊക്കെയല്ലേ ഇവർ ചെയ്തു വെച്ചേക്കുന്നത്. ഇവിടുത്തെ പ്രത്യേകത എന്ന് വെച്ചാൽ ഒരുപാട് റോഡുകളും ഇതുപോലുള്ള പാലങ്ങളും മലകൾക്കിടയിലുള്ള റോഡുകളും ഒരുപാടുണ്ട്. കൂടുതൽ ഇങ്ങനെ, കാരണം ഇവിടുത്തെ ഒരു പ്രകൃതി അങ്ങനെ ആയതുകൊണ്ട് അങ്ങനെയാണ് റോഡുകളൊക്കെ പോയേക്കുന്നതും. പക്ഷേ എന്നെ അത്ഭുതപ്പെടുത്തിയെന്ന് വെച്ചാൽ ഇവിടെ ഇഷ്ടം പോലെ റോഡ് പണിയും കൺസ്ട്രക്ഷൻസൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നത് വേറൊന്നും കൊണ്ടല്ല, എപ്പോഴും ലാൻഡ് സ്ലൈഡൊക്കെ നടക്കുന്ന ഒരു സ്ഥലമായതുകൊണ്ട് തന്നെ നല്ല നല്ല റോഡുകളുടെ പകുതി ഭാഗവും ഇല്ല. നമുക്ക് ഈ റോഡിലൂടെ വരുന്ന സമയത്ത് തന്നെ കാണാൻ പറ്റുന്നു പകുതി പല വഴികളും ഒലിച്ചു പോയിട്ടുണ്ട്. അപ്പോൾ അതിനൊക്കെ പകരത്തിനായിട്ടാണ് വീണ്ടും കൺസ്ട്രക്ഷനൊക്കെ ഇതുപോലെ പുതിയ റോഡുകളും പാലങ്ങളൊക്കെ ചെയ്യുന്നത് കേട്ടോ. അതുകൊണ്ട് എങ്ങോട്ട് തിരിയണം എന്നുള്ളത് നമുക്ക് ചില സ്ഥലത്ത് എത്തുമ്പോൾ കൺഫ്യൂഷനാകും. കാരണം നിരവധി റോഡുകൾ വന്ന് ചേരുന്ന സ്ഥലങ്ങളും ഉണ്ട്. ഇത് എത്രാമത്തെ തുരങ്കത്തിലൂടെ നമ്മളിപ്പോൾ കയറുന്നത്. ഫുൾ ഇങ്ങനത്തെ വഴികളാണ് കേട്ടോ. വലിയ മലകൾക്ക് തുരന്നിട്ട് ഇങ്ങനെ ഇതിനകത്തൂടെ റോഡ് ചെയ്ത് വെക്കുക. അതും ഇത് നമ്മൾ നല്ല ഹൈറ്റുള്ള പാലത്തിന് മുകളിലൂടെ പോയിട്ടാണ് ഈ തുരങ്കത്തിന്. അപ്പം മലയുടെ 2 മലകളെ 3, 4, 5 മലകളെയൊക്കെ കണക്ട് ചെയ്ത് ഈ റോഡൊക്കെ ഇങ്ങനെ പോയേക്കുന്നത്. അപ്പം ഈ ഫുള്ളിങ്ങനെ തന്നെയാണ് കേട്ടോ. അപ്പം നമുക്ക് നല്ലൊരു എന്താ പറയുക, ഒരു ഇത് നമ്മളിപ്പോൾ കയറിയതിൽ ഏറ്റവും വലിയൊരു തുരങ്കത്തിലൂടെ പോയിക്കൊണ്ടിരിക്കും. മറ്റേതൊക്കെ കുറച്ച് ദൂരം കഴിയുമ്പോൾ അടുത്തിലോട്ട് കണക്ട് ചെയ്ത് നല്ല അത്യാവശ്യം ലെങ്തി ആയിട്ടുള്ള ഒരു തുരങ്കമായിരുന്നു കേട്ടോ. അപ്പം എന്താ പറയുക, ഇനി ഞാൻ ഒരുപാട് കാട് കയറി അങ്ങോട്ട് സംസാരിക്കുന്നില്ല. വൈഷ്ണോദേവി ടെമ്പിളിനെ കുറിച്ച് നിങ്ങൾക്ക് ഞാൻ കുറച്ച് കാര്യങ്ങൾ പറഞ്ഞു തരാം. എനിക്കറിയാമെന്നുള്ള കുറച്ച് കാര്യങ്ങൾ ഞാൻ കുറച്ച് പേരോട് ചോദിച്ചിട്ടും അല്ലാതെയൊക്കെ മനസ്സിലാക്കിയ കുറച്ച് കാര്യങ്ങൾ ഞാൻ പറഞ്ഞുതരാം കേട്ടോ. വൈഷ്ണോദേവി ക്ഷേത്രം ജമ്മു കാശ്മീരിലെ തന്നെ ത്രികൂട പർവ്വതനിരകളിൽ സ്ഥിതി ചെയ്യുന്ന ഇന്ത്യയിലെ തന്നെ ഏറ്റവും പ്രസിദ്ധമായ തീർത്ഥാടന കേന്ദ്രങ്ങളിൽ ഒന്നാണ് കേട്ടോ. സമുദ്രനിരപ്പിൽ നിന്ന് ഏകദേശം 5200 അടി ഉയരത്തിലുള്ള ഒരു പ്രകൃതിദത്ത ഗുഹയിലാണ് ദേവി കുടികൊള്ളുന്നത്. അതാണ് ഇവിടുത്തെ ഏറ്റവും വലിയ പ്രത്യേകത കേട്ടോ. ഈ ക്ഷേത്രത്തിലെ ഏറ്റവും പ്രധാന ആകർഷണവും വിശ്വാസവും എന്തെന്നാൽ ഇവിടെ വിഗ്രഹങ്ങളില്ല. അതിനു പകരമായി മഹാകാളി, മഹാലക്ഷ്മി, മഹാസരസ്വതി എന്നീ 3 ദേവിമാരുടെ ചൈതന്യങ്ങൾ പ്രകൃതിദത്തമായ ശിലാരൂപങ്ങളിൽ, അതായത് പിണ്ഡികകൾ ആരാധിക്കപ്പെടുന്നു. ഇവിടുത്തെ തന്നെ മറ്റൊരു വിശ്വാസം, വൈഷ്ണോദേവി ദർശനത്തിന് ശേഷം മലമുകളിലുള്ള ഭൈരവനാഥ ക്ഷേത്രം കൂടി സന്ദർശിച്ചാൽ മാത്രമേ ഈ ഒരു തീർത്ഥാടനം പൂർണ്ണമാകൂ എന്നതാണ് കേട്ടോ. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഈ യാത്ര ആരംഭിക്കുന്ന കത്ര എന്ന ചെറിയ പട്ടണത്തിൽ നിന്നാണ്. ജമ്മുവിൽ നിന്ന് കത്രയിലേക്ക് നിരവധി മാർഗ്ഗങ്ങളുണ്ട് കേട്ടോ വരാൻ. അപ്പം നമ്മൾ ബൈ റോഡ് കാറിലാണെന്ന് ഞാൻ പറഞ്ഞു. അതുപോലെ തന്നെ ട്രെയിനിലൂടെ നമുക്ക് വരാം. ബസ് സർവീസ് ഉണ്ട്, ടാക്സി ഉണ്ട്, അങ്ങനെ എല്ലാ തരത്തിലുള്ള സർവീസും ഇവിടെ അവൈലബിൾ ആണ് കേട്ടോ. ഇത്രത്തോളം ലാൻഡ് സ്ലൈഡും കാര്യങ്ങളൊക്കെ ഉള്ള ഒരു സ്ഥലമാണെങ്കിൽ പോലും യാത്രയ്ക്ക് ഒരു ബുദ്ധിമുട്ടില്ല. അതാണ് ഞാൻ പറഞ്ഞത്, എവിടെ നോക്കിയാലും കൺസ്ട്രക്ഷൻസ് ഇതുപോലുള്ള റോഡ് പണിയൊക്കെ നടക്കുന്നത് കൊണ്ട് തന്നെ റോഡ് മാർഗം നമുക്ക് ഈസി ആയിട്ട് വരാൻ പറ്റും. അതുപോലെ ട്രെയിൻ മാർഗവും നമുക്ക് ഇങ്ങനെ വേണോ നമുക്ക് അവിടെ എത്തിച്ചേരാൻ പറ്റും. ഈ സ്ട്രെയിറ്റ് കാണുന്ന മലനിരകൾക്ക് പിറകിലായിട്ട് മഞ്ഞുമല നന്നായിട്ട് കാണാം, നല്ല വിസിബിളായിട്ട് കാണാൻ പറ്റുന്ന നല്ലൊരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു
വ്യൂ ആയിരുന്നു കേട്ടോ. പക്ഷേ അത് ഇതിൽ അത്രത്തോളം കാണാൻ പറ്റുന്നില്ല. നമ്മുടെ റൈറ്റ് സൈഡിലൊക്കെ തന്നെ കാണുന്ന ആ വലിയ മലനിരകളിലേക്കാണ് കേട്ടോ നമ്മൾ പോകുന്നത്. അതിൻ്റെ ഏറ്റവും ടോപ്പിലാണ് നമുക്ക് കയറാനുള്ളത്. നമുക്ക് ഈ ക്യാമറയിലൂടെ അത്ര അറിയത്തില്ല, പക്ഷെ നേരിട്ട് നമുക്കിത് കാണുമ്പോൾ അതിനിടയ്ക്ക് ഇതുപോലെ കണ്ട ഇടയ്ക്കിടയ്ക്ക് ഓരോരോ ചെറിയ ചെറിയ എന്തൊക്കെയോ പോലെ കാണുന്നില്ല, അതൊക്കെ അതിനകത്തൂടെ കയറിപ്പോകുന്ന വഴികളാണ് ആ കാണുന്നതൊക്കെ. ചെറിയ ചെറിയ കളർ വ്യത്യാസത്തിലൊക്കെ കാണുന്ന മലയുടെ ഇടയിൽ ചെറിയ ചെറിയ വൈറ്റ് കളറിലും നീല കളറിലൊക്കെ കാണുന്നത് ആ പോകുന്ന വഴികളിലെ ഇതാണ് കേട്ടോ, വഴികളാണ് ആ കാണുന്നത്. അപ്പോൾ എനിക്ക് ആദ്യം മനസ്സിലായില്ല ഈ മല എന്താണ്. അപ്പോൾ പിന്നീട് ആ ചേട്ടൻ പറഞ്ഞു ഈ മലകൾക്ക് മുകളിലേക്കാണ് കേട്ടോ നമ്മൾ പോകുന്നതെന്ന് പറഞ്ഞപ്പോൾ ശരിക്കും ഞാൻ വിചാരിച്ചു ഇത്രയും വലിയ മലയുടെ മുകളിലേക്ക് എങ്ങനെ കയറും. അത് കണ്ടോ, അതിൻ്റെ ഏറ്റവും ടോപ്പിലേക്ക് നമ്മൾ പോകുന്നത്. പിന്നെ പോകുന്ന വഴിയിലൊക്കെ ഇതുപോലുള്ള മരങ്ങളൊക്കെ ഇഷ്ടം പോലെ ഉണ്ട് കേട്ടോ. നല്ല ഭംഗിയാണ് നേരിട്ട് കാണാൻ. ശരിക്കും നമ്മൾ പിക്ചറിലൊക്കെ കാണുന്ന അതേ ഒരു സീനറി തന്നെയാണ് കേട്ടോ ഇവിടെ ഇങ്ങനെ കാണുമ്പോൾ. അതെങ്ങനെ പറഞ്ഞറിയിക്കുന്നില്ല. ആ ഒരു മരമൊക്കെ കാണുമ്പോൾ ശരിക്കും നമ്മളൊരു പിക്ചർ എങ്ങനെ കാണുന്ന അതേ ബ്യൂട്ടി ആയിട്ടാണ് കേട്ടോ. ആ ഒരു എന്താ പറയുക, നമ്മൾ നേരിട്ട് കാണുമ്പോഴേ ആ ഒരു ഭംഗി മനസ്സിലാകത്തുള്ളൂ. നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു സീനറി ആയിരുന്നു. ഈ ഒരു നമ്മൾ കട്രയിലെത്തി കേട്ടോ. ഇവിടുന്ന് ഡയറക്റ്റ് നേരെ കാണുന്നില്ലേ, ആ നീല പോലെയൊക്കെ കാണുന്നതാണ് ശരിക്കും അങ്ങോട്ടേക്കുള്ള വഴി ഇങ്ങനെ കിടക്കുക. അപ്പോൾ ഇത് കണ്ടോ, ഇതിപ്പോൾ ടോപ്പിലേക്ക് ഏറ്റവും ടോപ്പിലേക്കാണ് കയറി പോകാനുള്ളത്. അപ്പോൾ ഇവിടെ ഇത്രയും അടുത്തെത്തുമ്പോൾ നമുക്ക് ഈ മലയും വഴികളും ഒക്കെ നല്ലതുപോലെ കാണാൻ പറ്റുന്നുണ്ട്. ഇവിടെ നിന്നാണ് പിന്നീട് നമ്മൾ നടന്ന് കയറാനുള്ളത്. അപ്പോൾ നമ്മൾ കാറിൽ വന്നതുകൊണ്ട് തന്നെ നമുക്ക് കുറച്ചധികം ദൂരം കൂടെ മുന്നോട്ട് പോകാൻ പറ്റും കേട്ടോ. അപ്പോൾ അങ്ങനെ നമ്മളിങ്ങനെ പോവുകയാണ്. നമ്മൾ പിന്നെ വഴിയൊന്നും അറിഞ്ഞിടത്തോണ്ട് നമ്മൾ എപ്പോഴും ഗൂഗിൾ മാപ്പ് നോക്കിയാണ് എവിടെ പോയാലും ഗൂഗിൾ മാപ്പിൻ്റെ സഹായത്തോടു കൂടിയാണ് പോകുന്നത്. ഇതുവരെയും നമ്മളെ ഗൂഗിൾ മാപ്പ് ചതിച്ചിട്ടില്ലാത്ത വിശ്വാസത്തിലാണ് നമ്മളിങ്ങനെ യാത്ര ചെയ്യുന്നത് കേട്ടോ. പക്ഷേ എപ്പോഴും നമുക്കിങ്ങനെ ഒരുപോലെ യാത്ര ചെയ്യുമ്പം ഗൂഗിൾ മാപ്പ് നമ്മളെ സംരക്ഷിക്കുമെന്നുള്ള വിശ്വാസമൊന്നും എനിക്കില്ല. ആ ഒരു വിശ്വാസം എനിക്കിവിടെ വന്നപ്പോഴാണ് മനസ്സിലായത്. ഗൂഗിൾ മാപ്പ് നമ്മളെ ചതിക്കും. അത് ഞാൻ വഴിയേ പറഞ്ഞുതരാം കേട്ടോ. അങ്ങനെ നമുക്ക് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഖത്തറിലേക്ക് ഏത് വഴിയും നമുക്ക് വരാനുള്ള സൗകര്യമുണ്ട്. പിന്നെ ഖത്തറിൽ നിന്ന് പ്രധാനമായ വൈഷ്ണോദേവി ക്ഷേത്രത്തിലേക്ക് 13ഓളം കിലോമീറ്ററാണ്. 13 കിലോമീറ്ററാണ് കേട്ടോ ദൂരമുള്ളത്. അവിടെ നിന്ന് അത്രയും ദൂരമാണ് നമ്മൾ നടന്ന് കയറേണ്ടത്. അപ്പോൾ നമ്മൾ കാറിലായതുകൊണ്ട് തന്നെ കുറച്ചധികം ദൂരം കൂടെ നമുക്ക് കാറിലൂടെ ട്രാവൽ ചെയ്ത് പോകാൻ പറ്റും കേട്ടോ. ഈ പോകുന്ന വഴിയിൽ സ്ട്രെയിറ്റ് കാണുന്ന കണ്ടോ, ആ നീല കളറിലൊക്കെ കാണുന്ന നമ്മൾ കയറിപ്പോകാനുള്ള വഴികളാണ് കേട്ടോ. ആ വഴിയാണ് ഇങ്ങനെ കാണിക്കുന്നത്. 13 കിലോമീറ്റർ ദൂരം എന്ന് പറയുന്നത് വളരെയധികം ദുർഘടം പിടിച്ചൊരു വഴി തന്നെയാണ്. അത്രത്തോളം ദൂരമൊന്നും നമ്മളാരും നടക്കുന്നില്ല അല്ലേ. ഇപ്പോൾ എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ അത്രത്തോളം ദൂരമൊന്നും നടക്കുന്ന ഒരു വ്യക്തിയേ അല്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ എത്രമാത്രം നടക്കാൻ പറ്റുമെന്ന് എനിക്കൊരു ഇതില്ല. എന്നാലും എൻ്റെ ഒരു കോൺഫിഡൻറ്റ് എനിക്ക് പറ്റും, എനിക്ക് ദേവിയെ കാണണം, എനിക്ക് കയറണം എന്നുള്ളൊരു കോൺഫിഡൻറ്റിലാണ് ഞങ്ങൾ ഈ യാത്ര തുടങ്ങിയത്. അപ്പോൾ പക്ഷേ ഈ മല കണ്ടപ്പോൾ ശരിക്കും ഞാൻ ഞെട്ടിയെങ്കിലും എൻ്റെ ഉള്ളിൽ എന്തായാലും ദേവിയെ മനസ്സിൽ വിചാരിച്ചുകൊണ്ട് എന്തായാലും ഞാൻ കയറുമെന്ന് തന്നെ മനസ്സിൽ വിചാരിച്ചുകൊണ്ട്. അതുപോലെ തന്നെ ഞാൻ പറയാൻ വന്ന മറ്റൊരു കാര്യം, ഈ 13 കിലോമീറ്ററൊക്കെ പുഷ്പം പോലെ കയറുന്ന ആൾക്കാരും ഉണ്ട്, പക്ഷേ നല്ല ബുദ്ധിമുട്ടുള്ള ആൾക്കാരും ഉണ്ട് കേട്ടോ. അപ്പോൾ അത്രത്തോളം ഇങ്ങനെ നടന്ന് കയറാൻ പറ്റാത്തവർക്ക് വേണ്ടി നിരവധി സൗകര്യങ്ങൾ ഇവിടെ ഉണ്ട് കേട്ടോ. അതിൽ പ്രധാനപ്പെട്ടതാണ് നമുക്ക് കുതിരകളുണ്ട്, ഡോളികളുണ്ട്, ഇലക്ട്രിക് വണ്ടികളുണ്ട്, അതുപോലെ തന്നെ ഹെലികോപ്റ്റർ സൗകര്യമുണ്ട് കേട്ടോ. നമ്മൾ ദേവിയെ സന്ദർശിച്ചതിന് ശേഷം വൈഷ്ണോ ദേവി ഭവൻ സന്ദർശിച്ചതിന് ശേഷം ഭൈരവനാഥ് ക്ഷേത്രം കൂടി സന്ദർശിക്കണമെന്ന് നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ ഞാൻ. അപ്പോൾ ആ ഒരു സന്ദർശനത്തിലേക്ക് നമുക്ക് മുകളിലേക്ക് പോകാനായിട്ട് റോപ്പ് വേ സൗകര്യവും തന്നിട്ടുണ്ട് കേട്ടോ. ഇവിടെ എത്തിയതിന് ശേഷം ഈ ഒരു ഇവിടെ നിന്ന് കുറച്ച് മുന്നോട്ട് പോയിട്ട് റൈറ്റ് എടുത്തിട്ട് പോകുന്ന ഒരു അതാണ് കേട്ടോ മെയിൻ വഴി. ദേവി ക്ഷേത്രത്തിലേക്ക് പോകാനുള്ള മെയിൻ എൻട്രൻസ് വരുന്നത്, മെയിൻ എൻട്രൻസ് എന്ന് ഞാൻ പറഞ്ഞാൽ കൂടുതലും ഈ ഡോളികളും കുതിരകൾ സർവീസും ഒക്കെ വരുന്നത് ഈ ഒരു വഴിയിലൂടെയാണ്. പക്ഷേ നമ്മൾ ഗൂഗിൾ മാപ്പ് നോക്കി പോയതുകൊണ്ട് നമ്മുടെ ഗൂഗിൾ മാപ്പിലെ ചേച്ചി നമ്മളെ വീണ്ടും മുന്നോട്ട് കൊണ്ടുപോയി അവസാനം ഞങ്ങൾ എന്താ പറയുക, ആ ഒരു വഴിയും കഴിഞ്ഞ് ഫസ്റ്റ് ഇവിടെ നിന്നാണ് തിരിയേണ്ടത്. അപ്പോൾ ഈ ഒരു ഭാഗത്തു നിന്ന് വലത്തോട്ട് തിരിഞ്ഞിട്ടാണ് കയറേണ്ടത്. പക്ഷേ അത് കഴിഞ്ഞ് നമ്മൾ ഗൂഗിൾ മാപ്പ് ചേച്ചി നമ്മളെങ്ങനെ കൊണ്ടുപോകാം. അപ്പം നമുക്കറിയത്തില്ലല്ലോ, നമ്മൾ ഫസ്റ്റ് വരുന്നതാണല്ലോ. അങ്ങനെ ഞങ്ങൾ മുന്നോട്ട് പോയിക്കൊണ്ടേയിരുന്നു. പോയി പിന്നെ വീണ്ടും കുറേ ദൂരം ചെന്നപ്പോഴത്തേക്കാണ് റൈറ്റിലേക്ക് തിരിഞ്ഞു കയറണമെന്ന് പറഞ്ഞു. അങ്ങനെ റൈറ്റിലേക്ക് തിരിഞ്ഞ് ഞങ്ങൾ കയറുക. കയറി എന്താ പറ്റിയ ശരിക്കും പറ്റിച്ചു കേട്ടോ. അതങ്ങനെ പറയാം. അങ്ങനെ കുറേ ദൂരം ഞങ്ങളിങ്ങനെ കയറി ഇങ്ങനെ പോയിട്ടും നമ്മൾ മുകളിൽ കൂടെ
ഈ വൈഷ്ണോദേവി പോകുന്നുള്ള വഴി ഇങ്ങനെ കാണുന്നുണ്ട്. പക്ഷെ നമ്മൾ പോകുന്നതിൻ്റെ തൊട്ട് താഴെ കൂടെ ഇങ്ങനെ കാർ ഓട്ടിച്ച് പോകുന്നു. അങ്ങനെ വന്നപ്പോഴാണ് ഒരു ഡൗട്ട് അടിച്ചത്. ഇതെന്തോ ഒരു മിസ്മാച്ച് ആണല്ലോ. കാരണം നമ്മൾ വഴി താഴെ കൂടെയും പോകുന്നു, ആൾക്കാർ നടന്ന് കയറുന്ന വഴി മുകളിൽ കൂടെയും പൊയ്ക്കൊണ്ടിരിക്കുന്നു. അങ്ങനെ വന്നപ്പോൾ നമുക്കൊരു ഡൗട്ട് തോന്നിയിട്ട് പിന്നെ അവിടെയുള്ള കുറച്ച് ആൾക്കാരോട് ചോദിച്ചപ്പോൾ അവർ പറഞ്ഞ് കുറച്ച് ബാക്കിലോട്ട് പോയിട്ട് റൈറ്റ് തിരിഞ്ഞ് കയറിയാൽ മതി എന്ന് പറഞ്ഞു. അങ്ങനെ ഒരു അബദ്ധം ഞങ്ങൾക്ക് പറ്റി. അതാ ഞാൻ പറഞ്ഞു, ഗൂഗിൾ മാപ്പ് ചതിക്കും. ഞങ്ങളെ ഇതുവരെ ചതിച്ചിട്ടില്ലെങ്കിലും എവിടെ വന്നപ്പോൾ ഗൂഗിൾ മാപ്പ് ഞങ്ങളൊന്ന് ചതിച്ചു കേട്ടോ. വലിയ പ്രശ്നമില്ല, പക്ഷേ അത് ഒരു കണക്കിന് നന്നായിന്ന് തോന്നി. കാരണം ഫസ്റ്റ് ഞാൻ പറഞ്ഞ ആ ഒരു വഴിയിലൂടെ പോകുമ്പം നമുക്ക് കയറാൻ പറ്റാത്തവർക്ക് കുതിരവണ്ടി സൗകര്യവും എന്താ പറയുക, കുതിര വണ്ടിയല്ല കേട്ടോ, കുതിരകളും ഡോളികളും ഇലക്ട്രിക് വണ്ടികളൊക്കെ ഉണ്ടെങ്കിൽ പോലും നമ്മൾ ഈ കയറിയ ഈ ഒരു വഴിയുണ്ടല്ലോ, ഇവിടെ നിന്നാണ് നമ്മൾ റൈറ്റ് തിരിഞ്ഞ് കയറിയത്. ഈ ഒരു വഴിയിൽ കയറി കുറച്ച് മുന്നോട്ട് ചെല്ലുമ്പോഴത്തേക്ക് അവിടെ നിന്നാണ് നമ്മൾ അവിടെ യാത്ര കാർഡൊക്കെ എടുത്ത് കയറുകയൊക്കെ ചെയ്തത്. അവിടെ പക്ഷേ തിരക്കേയില്ല. ഇതുപോലുള്ള വഴിയാട്ടോ, ടോപ്പ് വരെ ഇതുപോലുള്ള വഴി ആയതുകൊണ്ട് തന്നെ നമുക്ക് സുഖമായിട്ട് കയറാൻ പറ്റി. നമ്മൾക്ക് പതുക്കെ കാര്യമൊക്കെ പറഞ്ഞ് സംസാരിച്ച് അധികം തിരക്കില്ല. മറ്റ് വഴിയാണെങ്കിൽ പിന്നീടാണ് നിങ്ങളത് അന്വേഷിച്ചപ്പോൾ പറഞ്ഞത് അതിലെയാണ് ഏറ്റവും കൂടുതൽ തിരക്കും ആൾക്കാരെ ബഹളവും കാര്യങ്ങളും ഒക്കെ ഉള്ളത് കൊണ്ട് തന്നെ, പിന്നെ കുതിര സവാരിയും ഡോളിയൊക്കെ ഉള്ളത് കൊണ്ട് തന്നെ അതിൻ്റെ തിരക്കും കാര്യങ്ങളൊക്കെ ആകുമ്പോൾ ചിലപ്പോൾ നമുക്ക് അതിൽ നമ്മൾ കയറുമായിരിക്കും, നമുക്ക് നടക്കാൻ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ കയറുമായിരിക്കും. പക്ഷേ ഈ ഒരു വഴി എന്ന് പറഞ്ഞാൽ ഞാൻ പോയിട്ട് ഞാൻ മനസ്സിലാക്കിയതിൽ വെച്ചിട്ട് പറയുന്നത്, ഈ ഒരു വഴി നമുക്ക് സുഖമായിട്ട് നടന്ന് കയറാൻ പറ്റും. ഒരിക്കലും ഇത്രയും ദൂരം കയറാൻ പറ്റില്ലെന്ന് വിചാരിച്ചൊരു വ്യക്തിയാണ് ഞാൻ. പക്ഷേ ഞാൻ നല്ല സുഖമായിട്ട്, എനിക്ക് വലിയ ബുദ്ധിമുട്ടൊന്നും ഇല്ലാതെ തന്നെ ഞാൻ ആ ഒരു യാത്ര കംപ്ലീറ്റ് ആക്കി. പക്ഷേ ഈ ഒരു വഴി ഇതുപോലെ ഇങ്ങനെ മുകളിലേക്ക് കയറി കുറച്ചധികം ദൂരം വന്നു. ഇങ്ങനെ നമ്മുടെ കാറ് മറ്റേ വഴിയാണെങ്കിൽ നമ്മൾ താഴെ വരെ നമ്മൾ വണ്ടി നിർത്തി, അല്ലെങ്കിൽ നമ്മൾ ട്രെയിനിലാണ് വരുന്നതെങ്കിൽ അവിടെ നിന്ന് വണ്ടി നിർത്തിയിട്ട് താഴേന്നേ കയറണം. പക്ഷെ നമ്മൾ കാറിൽ വന്നത് കൊണ്ട് ഇത്രയും ദൂരത്തോളം നമുക്ക് കാറ് കൊണ്ട് കയറാൻ പറ്റി. ഇവിടെ വന്നപ്പോഴാണ് കേട്ടോ ശരിക്കും നമ്മളെ പറ്റിച്ചത്. എന്താ പറയുക, ഇവിടെ വന്നപ്പോൾ വീണ്ടും നമ്മൾ ഇടത്തോട്ട് നമ്മൾ ചേച്ചി പറഞ്ഞ് പൊക്കോളാൻ. പക്ഷേ ഇവിടെ നിന്ന് മുകളിലേക്കാണ് ഞങ്ങളെ വഴി പോകുന്നത്. ശരിക്കും ആ ഗൂഗിൾ മാപ്പിൽ പറയുന്നത് ഇടത്തോട്ട് പോകാൻ, ആ ഇടത്തോട്ടുള്ള വഴി മുകളിൽ നടന്നു കയറുന്ന വഴിയാണ് അവർ പറഞ്ഞത്. പക്ഷേ കാറിൻ്റെ വഴി നമ്മൾ കാറല്ലേ ഇട്ടിരിക്കുന്നത്, കാറിലെ വഴി ഇട്ടിരിക്കുന്നത്. അപ്പോൾ നമ്മൾ തൊട്ട് താഴെ മുകളിലും വഴി കിടന്നപ്പോൾ നമ്മൾ ഈ വഴി ഇങ്ങനെ പൊക്കോണ്ടിരുന്നു. പിന്നെ കുറേ ദൂരം ചെന്നപ്പോഴേ നമുക്ക് മനസ്സിലാക്കി തൊട്ട് മുകളിൽ കൂടെ ആൾക്കാർ പോകുന്നുണ്ട്. അപ്പോൾ ശരിക്കും ഒരു ഡൗട്ട് അടിച്ച്, എന്താ നമുക്ക് എന്തോ ഒരു നമ്മളിങ്ങനെ വിചാരിക്കുന്നുണ്ട് കേട്ടോ. കുറച്ച് മുന്നേ കൂടെ പോയിട്ട് അവിടെ വല്ല പാർക്കിങ്ങും കാണും, അതുവഴി ആയിരിക്കും വണ്ടി ഇട്ടിട്ട് നമുക്ക് കയറാനുള്ളതെന്നൊക്കെ നമ്മളിങ്ങനെ മനസ്സിൽ നമ്മളിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുക. അങ്ങനെ ആയിരിക്കും ചിലപ്പം നമുക്ക് കാറിൽ വന്നതുകൊണ്ട് കാറ് കുറച്ചുകൂടെ മുന്നിലോട്ട് കയറ്റിയിടാനുള്ള സൗകര്യം എന്തെങ്കിലും കാണും, അങ്ങനെയായിരിക്കും വഴി കാണിക്കുന്നതെന്നൊക്കെ പറഞ്ഞ് നമ്മളിങ്ങനെ സമാധാനിക്കുക. അങ്ങനെ പോയി പിന്നെ ആയപ്പോഴത്തേക്ക് വഴിയൊക്കെ ഇങ്ങനെ മാറാൻ തുടങ്ങി. കുറച്ച് ഇടുങ്ങിയ വഴിയൊക്കെ ആയപ്പോൾ ഞങ്ങൾക്ക് ശരിക്കും ഒന്ന് പേടിയായി കേട്ടോ. തൊട്ട് താഴെ നല്ല കുഴിയും. അപ്പം ഈ ക്ഷേത്രത്തിലേക്ക് പോകാനുള്ള ആ വഴി ഇങ്ങനെ മുകളിലേക്ക് ആൾക്കാരിങ്ങനെ പോയിരുന്നു. പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോൾ ആ വഴി കാണാനില്ല. അപ്പോഴാണ് നമുക്ക് ശരിക്കും മനസ്സിലായി, ശരിക്കും നമ്മളെ വഴി മാറിപ്പോയി. നമ്മൾ ഫസ്റ്റ് വന്ന വഴിയിൽ അവിടെ എവിടെയോ വന്നിട്ടാണ് തിരിഞ്ഞ് കയറാനുള്ളത് എന്നുള്ള ആ ഒരു ഐഡിയ വന്ന് പിന്നെ നമ്മൾ അവിടെ നിന്നിട്ട് ഒരാളോട് ചോദിച്ചു കേട്ടോ. അവിടെ കുറച്ച് വീടുകളൊക്കെ കുറച്ച് മുന്നോട്ട് നിന്നപ്പോൾ ഉണ്ടായിരുന്നു. ഇവിടെയൊക്കെ വീടൊന്നും ഇല്ല. ഇവിടെയൊക്കെ എത്തിയപ്പോൾ നല്ല പേടിയായിരുന്നു കേട്ടോ. എങ്ങനെയാണ് ഒരു വണ്ടി ഓപ്പോസിറ്റ് വന്നാൽ പോലും സൈഡ് കൊടുക്കാൻ പറ്റാത്ത അത്രയും ഒരു വഴിയായിരുന്നു അത്. അങ്ങനെ മുന്നോട്ട് പോയി വണ്ടി തിരിക്കണമെങ്കിലും ഇവിടെ ഇട്ട് തിരിക്കാൻ പറ്റത്തില്ല, സൈഡ് ഫുള്ള് കുഴിയാണ്. വലത്തോട്ടോ ഇടത്തോട്ടോ ഒന്നും തിരിക്കാൻ പറ്റത്തില്ല. അതുകൊണ്ട് ഇനി വണ്ടി തിരിക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ മുന്നോട്ട് പോയിക്കോട്ടിരിക്കണം. ഒരു വഴിയും കാണുന്നില്ല, ഒരു ചെറിയൊരു സൗകര്യം പോലും ഇല്ലാതെ അങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുക. നല്ല പേടിച്ചു കേട്ടോ. ഈ ഒരു ടൈമിൽ നമ്മൾ നല്ല പേടിച്ചു, എന്ത് ചെയ്യണമെന്ന് അറിയാതെ ഇങ്ങനെ വണ്ടി പൊയ്ക്കൊണ്ടിരിക്കുക. അത് കഴിഞ്ഞ് കുറേ ദൂരം പോയി ഒരു കുറച്ച് സ്ഥലം നമുക്ക് കണ്ടു. അവിടെ എത്തിയപ്പോഴാണ് സമാധാനമായി. അപ്പം ഞങ്ങൾ വിചാരിച്ചു എന്തായാലും ഇവിടെ നിന്ന് തിരിച്ച് വണ്ടി ബാക്കിലോട്ട് ഈ ഒരു ഭാഗം എത്തിയപ്പോഴത്തേക്കാണ് കുറച്ചൊരു ആൾക്കാരും ഒക്കെ ഉള്ളൊരു സ്ഥലം എത്തിയതാ. തൊട്ട് മുകളിൽ ആ വഴി പോകുന്ന കാണാമല്ലോ, ആ നീല കളറിൽ പോകുന്നത് കയറി പോകാനുള്ള വഴിയാണ് കേട്ടോ. പിന്നെ വണ്ടി റിവേഴ്സ് എടുത്ത് ഞങ്ങൾ തിരിച്ച് വീണ്ടും ഞങ്ങൾ താഴെ തന്നെ വന്നിട്ട്
അപ്പോൾ പിന്നെ പറ്റിയെന്ന് വെച്ചാൽ ഇത്രയും ദൂരം കിടന്ന് കറങ്ങിയതിന് ശേഷം 6:30ക്ക് ഞങ്ങൾ അവിടെ എത്തിയതാണ്. 6:30ക്ക് അവിടെ എത്തി. പിന്നെ ഇതാ ഇവിടെയായിരുന്നു, ഇവിടെ വന്നിട്ടാണ് ശരിക്കും നമ്മൾ ഇടത്തോട്ട് തിരിഞ്ഞ് കയറിപ്പോയത്. അവിടെ വണ്ടി നിർത്തിയിട്ട് ഇടത്തോട്ട് നടന്ന് കയറാനുള്ളൊരു പകരമാണ് നമ്മൾ ഇത്രയും ദൂരം വണ്ടി ഇട്ട് ഓടിച്ചത്. പിന്നെ ലാസ്റ്റ് മിനിറ്റിൽ ഒരു ഓട്ടപ്പാച്ചിലായിരുന്നു. 7 മണിക്ക് കൗണ്ടർ ക്ലോസ് ചെയ്യും. അങ്ങനെ പിന്നെ വണ്ടിയൊക്കെ പാർക്ക് ചെയ്ത് പെട്ടെന്നൊക്കെ തിരിച്ചു. എന്താ ഇവിടെയും വരെ ആ കാണുന്ന ആ വഴിയില്ലേ, അവിടെയാണ് നമ്മൾ പോയിട്ട് തിരിച്ചു വന്നത്. ആ ഒരു ഭാഗത്തായിട്ട് നല്ല ഭംഗിയുണ്ട് പക്ഷേ അവിടെയൊക്കെ കാണാനായിട്ട്. പിന്നെ ഇതാ നമ്മളങ്ങനെ യാത്ര തുടർന്നു. പിന്നെ ഇവിടെ വരുമ്പോഴത്തേക്ക് യാത്രാ കാർഡ് നിർബന്ധമായിട്ട് നമ്മൾ ആധാർ കാർഡ് കൊടുത്തിട്ടുണ്ട് യാത്രാ കാർഡ് എടുക്കാൻ. അത് എടുത്തതിന് ശേഷം നമ്മൾ യാത്ര അവസാനിക്കുന്നവരെ അത് നമ്മുടെ കഴുത്തിലേക്ക് ഇട്ടിരിക്കണം. അപ്പോൾ നമ്മൾ ഏകദേശം ഒരു 7 മണിയോട് അടുപ്പിച്ചാണ് നമ്മൾ യാത്ര തുടർന്നത് കേട്ടോ. നമ്മളിങ്ങനെ കയറി കുറച്ച് മുകളിലോട്ട് എത്തിയപ്പോൾ കണ്ടൊരു കാഴ്ചയാണ് കേട്ടോ. താഴെ കൂടെ ഇങ്ങനെ ട്രെയിൻ പോകുന്ന ഒരു സൗണ്ട്, ട്രെയിനിൻ്റെ സൗണ്ട് കേട്ട് ഞങ്ങൾ ആ ഗ്രില്ലിനകത്തൂടെ നോക്കിയപ്പോൾ കണ്ട കാഴ്ചയാണ്. പക്ഷേ ഇത് ഇങ്ങനെ ഇവിടെയൊക്കെ ഓരോന്ന് ചെയ്ത് വെച്ചിരിക്കുന്നത് കണ്ട് നമുക്ക് ശരിക്കും ഷോക്കായിപ്പോയി. കാരണം ഒരു വലിയ മലയുടെ അകത്തൂടെ ട്രെയിൻ പാളം പോകുന്നു, അതിൻ്റെ അടിയിൽ കൂടെ റോഡ് പോകുന്നു, മുകളിൽ വലിയ ബിൽഡിംഗ്, മലയുടെ മുകളിൽ വലിയൊരു നഗരം തന്നെ കെട്ടി ഉയർത്തിയിരിക്കുന്നു. പക്ഷേ എനിക്കൊരു ഡൗട്ട്, ഞാൻ ഒരുപാട് നേരം നോക്കി നിന്ന കാര്യം, ഈ ട്രെയിനിനകത്തൂടെ പോയിട്ട് ഏത് ഭാഗത്തായിരിക്കും ചെന്ന് ഇറങ്ങുന്നതെന്ന് ഞാൻ ഒരുപാട് സമയം ഞാൻ നോക്കി കേട്ടോ. പക്ഷേ അതിനുള്ളൊരു ഉത്തരം എനിക്ക് കിട്ടിയില്ല. എന്തായാലും ഈ ചെയ്തേക്കുന്നത് ഒരു അടിപൊളി സംഭവം തന്നെയാണ് കേട്ടോ. ഇതുപോലുള്ള ഒരുപാട് കാഴ്ചകൾ നമുക്കിവിടെ കാണാൻ കഴിയും. ഇനി നമുക്ക് ക്ഷേത്രത്തേക്കുള്ള കാഴ്ചകളും പോയ വഴികളും ഒക്കെ അടുത്തൊരു വീഡിയോയിൽ കാണാം കേട്ടോ. എന്തായാലും ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായെന്ന് കരുതുന്നു. താങ്ക്സ് ഫോർ വാച്ചിങ്.